പ്രാർത്ഥിക്കാൻ ബിഷപ്പിന് സാധിക്കും, സമൂഹത്തിലിറങ്ങി പ്രവർത്തിക്കാൻ ബിഷപ്പിനും അതേപോലെ വിശ്വാസികൾക്കും സാധിക്കും. എന്നാൽ ചിലരൊക്കെ ഇപ്പോൾ അടുത്ത കാലത്ത് ഉയർന്നു വന്ന ചില വിഷയങ്ങളോട് പല ബിഷപ്പുമാരും പ്രതികരിച്ച രീതി താങ്കൾ കേട്ടിട്ടുണ്ടാകുമല്ലോ. ഇപ്പോൾ ഒരു ക്രൈസ്തവ സഭകൾക്ക് വേണ്ടിയുള്ള രാഷ്ട്രീയ സംഘടനയുടെ രൂപീകരണത്തിലൂടെ പ്രവർത്തിക്കണമെന്ന് അങ്ങ് കരുതുന്നുണ്ടോ? നേരിട്ട് ചോദിച്ചാൽ ക്രൈസ്തവ സഭകൾ ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കേണ്ട ഒരു രാഷ്ട്രീയ സാഹചര്യം നിലവിലുണ്ടോ? അത് ചെയ്യുന്നത് ശരിയാണോ? നമ്മൾ അതിനെക്കുറിച്ചൊന്നും ഒരു ചിന്തയിലേക്ക് വന്നിട്ടില്ല. അതൊക്കെ ആലോചിച്ച് എടുക്കേണ്ട ഒരു തീരുമാനമാണ്. എല്ലാ മെത്രാന്മാരും അതുപോലെ വൈദികർ, സന്യസ്തർ, ജനങ്ങൾ, അല്ലാതെ കുറച്ച് ആളുകൾ തീരുമാനിക്കേണ്ട കാര്യമില്ല. ഇത് നമ്മുടെ ഒരു ബിഷപ്പ് അദ്ദേഹത്തിൻ്റെ ഒരു അഭിപ്രായം രേഖപ്പെടുത്തുകയുണ്ട്. കാരണം അദ്ദേഹം അനുഭവിക്കുന്ന വേദനകൾ, കഷ്ടപ്പാടുകൾ, ദുരിതങ്ങൾ, അദ്ദേഹത്തിന് ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതങ്ങൾ, അതിൻ്റെയൊക്കെ വെളിച്ചത്തിലാണ് അദ്ദേഹം പറഞ്ഞത് വേണമെങ്കിൽ ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കാൻ ഞങ്ങൾ മടിക്കില്ല എന്നുള്ളത്. പക്ഷേ അതൊക്കെ ചിന്തിക്കേണ്ട കാര്യങ്ങളാണ്. അങ്ങനെ ഇതുവരെയും ഞാനോ അതുപോലെ മറ്റുള്ളവരൊന്നും ചിന്തിച്ചിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ അറിവ്. നമുക്ക് ഈ കൂടുതൽ ആലോചന വേണം. നമ്മളെപ്പോലെയുള്ളവർക്ക് പറഞ്ഞോ കൂടുതൽ ആലോചന വേണം. ആലോചിക്കാതെ നമുക്കൊന്നും അതെ 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 അത് ആവശ്യമാണ്. കൂട്ടായ തീരുമാനത്തിലേക്ക് കൂട്ടായി വരണം. ബിഷപ്പ്, നമ്മൾ ജീവിക്കുന്ന പറഞ്ഞോളൂ. ലോക സാഹചര്യത്തെ കുറിച്ച് പറഞ്ഞു. ഇപ്പൊ ഇന്ത്യയുടെ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിലേക്ക് എത്തിയാലും ക്രൈസ്തവ വിശ്വാസികളാണെങ്കിലും അവരൊക്കെ പലയിടങ്ങളിലും പല വെല്ലുവിളികളും നേരിടുന്നുണ്ട്. അതിനിടയിലാണ് നമ്മളുടെ ഇടയിൽ തന്നെ ഭിന്നിപ്പിക്കാൻ പലരും, അതാരാവട്ടെ, പലരും നമ്മളെ ഭിന്നിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. അതിനെതിരെയുള്ള ഒരു ചെറുത്തുനിൽപ്പും അതിനെതിരെയുള്ളൊരു ജാഗ്രതയും ഈ കാലത്തിൻ്റെ ആവശ്യമല്ലേ? ഒരുപാട് പേര് നമ്മളെ തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ട് പല വിഷയങ്ങളിൽ. ഇപ്പോൾ പുറത്തു വന്ന വഖഫ് നിയമ ഭേദഗതി ബില്ലാണെങ്കിലും ശരി, മുനമ്പത്തെ വിഷയമാണെങ്കിലും ശരി, ചർച്ച് ബില്ലാണെങ്കിലും ശരി, മണിപ്പൂരിലെ വിഷയമാണെങ്കിലും ശരി, ഇപ്പോൾ ക്രൈസ്തവ സ്വത്തിനെക്കുറിച്ചുള്ള ലേഖനങ്ങളാണെങ്കിലും ശരി, പലതരത്തിലുള്ള ഭിന്നിപ്പിക്കലുകളും ഒക്കെ നമ്മുടെ ഇടയിൽ നടക്കുന്നുണ്ട്. നമ്മൾ അതിനെതിരെ എങ്ങനെ പ്രതിരോധം തീർക്കും? എങ്ങനെ ജാഗ്രത വർദ്ധിപ്പിക്കും ആർച്ച് ബിഷപ്പ്? അരുൺ ചോദിച്ച ചോദ്യം വളരെ പ്രസക്തമായിട്ടുള്ളതാണ്. എനിക്ക് പറയാനുള്ളത്, നമ്മൾ വളരെ വിവേകത്തോടുകൂടി ജീവിക്കണം, പ്രവർത്തിക്കണം എന്നുള്ളതാണ്. പലരും പലതും പറയും, അത് നെല്ലും പതിരുമൊക്കെ ഉണ്ടാകും. അതിൽ നല്ലത് മാത്രം എടുത്തുകൊണ്ട് നമ്മൾ സ്വാംശീകരിച്ച് സമൂഹത്തെ എങ്ങനെ ഉയർത്തെഴുന്നേൽപ്പിക്കാൻ കഴിയുമെന്ന് നമ്മൾ ചിന്തിക്കണം. അല്ലാതെ കുറച്ച് ആളുകൾ കുറച്ച് ആശയങ്ങൾ പറയുന്നു, കുറച്ച് ആദർശങ്ങൾ പറയുന്നു, അതൊക്കെ എടുത്തുകൊണ്ട് നമ്മൾ ഈ വലുതൊക്കെ പറയാൻ പോയി കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടായിത്തീരും. അതുകൊണ്ട് ഞാൻ പറയുന്നത്, എല്ലാ കാര്യങ്ങളും വിവേകത്തോടുകൂടി വളരെ പ്രൂഡൻ്റായിട്ട് പഠിക്കാനും ചിന്തിക്കാനും ഞങ്ങൾക്ക് മതനേതാക്കൾക്ക് കഴിയണം, രാഷ്ട്രീയ നേതാക്കൾക്ക് കഴിയണം, നിങ്ങളെപ്പോലെയുള്ള മീഡിയ പ്രവർത്തകർക്ക് കഴിയണം. അല്ലാതെ ഈ പറയുന്ന മുഴുവൻ നമുക്ക് എടുക്കാൻ പറ്റില്ലല്ലോ. ഇന്ന് അരുൺ പറഞ്ഞതുപോലെ ഒരു കലാപം സൃഷ്ടിക്കാൻ, പരസ്പരം എതിർക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സംസ്കാരം വളർത്താൻ വേണ്ടി പ്രവർത്തിക്കുന്ന ചില ശക്തികളൊക്കെ ഉണ്ട്. ആ ശക്തികളെ നമ്മൾ തിരിച്ചറിയണം. അതിനെ നമ്മൾ പറയുന്നത് ഒരു സാത്താൻ്റെ അധികാരമാണെന്ന് പറയും. ആ സാത്താന്മാരുടെ പ്രവർത്തനത്തിൽ നമ്മൾ കൂട്ടുകൂടേണ്ട ആവശ്യമില്ല. നമ്മൾ സ്നേഹത്തിൻ്റെ വളർച്ചയ്ക്ക്, സ്നേഹത്തിൻ്റെ സംസ്കാരം വളർത്തുന്നതിന് വേണ്ടി പ്രവർത്തിക്കണമെന്നാണ് എനിക്ക് പ്രത്യേകം പറയാനുള്ളത്. താങ്ക് യു ഫാദർ.